ഭൂമിയിൽ നമുക്കുണ്ടാകുന്ന ഏത് പ്രതിസന്ധിയിലും നമ്മെ സഹായിക്കുവാൻ കഴിയും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സങ്കീർത്തന 35 അധ്യായം നാം വായിക്കുമ്പോൾ ദാവീദ് രാജാവ് നിസ്സഹായനായി നിന്നുകൊണ്ട് സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. തന്നോട് വാദിക്കുന്നവരോട് ദൈവമേ അങ്ങ് വാദിക്കണമെന്നും തന്നോട് പൊരുതുന്നവരോട് ദൈവമേ അങ്ങ് പൊരുതണമെന്നും തുടങ്ങി വിവിധ തരത്തിലുള്ള ശത്രുക്കൾ തന്റെ നേരെ വരുന്നതായി ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏത് വിധത്തിൽ നോക്കിയാലും തന്നോട് എതിർത്ത് നിൽക്കുന്നവരെ മാത്രമേ ദാവീദിന് കാണുവാൻ കഴിയുന്നുള്ളൂ. തന്റെ രാജസ്ഥാനം ആഗ്രഹിക്കുന്നവർ, തന്റെ പ്രാണന് ഹാനി വരുത്തുവാൻ നോക്കുന്നവർ, താൻ സ്നേഹിക്കുന്നവർ പോലും തനിക്ക് എതിരായി നിൽക്കാൻ കഴിയും. തന്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവർ, അത് മാത്രമല്ല തന്നെ വീണ്ടും തള്ളിയിടുവാൻ നോക്കുന്നവർ, ഒരു തരത്തിലും തനിക്ക് രക്ഷപ്പെടുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ താൻ ദൈവത്തോട് നിലവിളിക്കുകയാണ്, ദൈവമേ എനിക്ക് കഴിവില്ല, എന്റെ സഹായത്തിനായി അങ്ങ് ഇറങ്ങി വരണമേ എന്ന്. അതുമാത്രമല്ല, ദൈവമേ ഞാൻ നിന്നെ സ്തുതിക്കുന്നവനാണ്, അതുകൊണ്ട് എൻ്റെ ശത്രുവിനൊരിക്കലും എന്നെ നിന്ദിക്കുവാൻ നീ അനുവദിക്കരുതേ. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ ഭൂമിയിൽ നമുക്കുണ്ടാകുന്ന ഏത് പ്രതിസന്ധിയിലും നമ്മെ സഹായിക്കുവാൻ കഴിയുന്നതാണ് നമ്മുടെ ദൈവം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നത്, എൻ്റെ ദൈവം എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. തൻ്റെ ദൈവത്തിലുള്ള ആശ്രയവും തന്റെ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവുമാണ് ഓരോ ഭക്തനെയും ഭൂമിയിൽ ജീവിക്കുവാൻ സഹായിക്കുന്നത്. ആയതിനാൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവമേ എൻ്റെ രക്ഷയ്ക്കായി അങ്ങ് എഴുന്നള്ളി വരണമേ എന്ന്. അതിനുവേണ്ടി യുദ്ധം ചെയ്യുവാൻ, നമ്മെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമ്മളെ വിടുവിപ്പാൻ ദൈവം ശക്തനാണ്. അതിനാൽ ഈ ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ദൈവത്തെ നമുക്ക് ഉറപ്പോടെ വിശ്വസിക്കാം, ആശ്രയിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.